നമസ്കാരം. നിങ്ങൾ കൊരണ്ടിപ്പഴം കണ്ടിട്ടുണ്ടോ? കൊരണ്ടിപ്പഴം ഞങ്ങളുടെ നാട്ടിൽ ഈ കൊച്ചു പിള്ളേർക്കൊക്കെ അറിയാം. അപ്പോൾ ഇദ്ദേഹം എൻ്റെ സുഹൃത്താണ് സുനിൽ. ഇദ്ദേഹമാണ് ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത്, ഇത് ഞങ്ങളുടെ ഒരു കുടുംബക്ഷേത്രമാണ്, ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് കൊരണ്ടി പഴുത്ത് കിടപ്പുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിനാണ് അത് നന്നായിട്ട് അറിയാവുന്നത്, എനിക്ക് അത്ര പരിചയമില്ലായിരുന്നു. അപ്പോൾ ചേട്ടാ ഇങ്ങനെ സാധനം കിടപ്പുണ്ട്, ഞാൻ ഒരെണ്ണം പറിച്ച് കഴിച്ചു, നമുക്കൊന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞു. എന്താണ് ഔഷധ ഗുണമുള്ള ഒരു സാധനമാണ്. അപൂർവമായ ഒരു സസ്യമാണത്. ഇതാണ് ആ ചെടി. ഇത് കണ്ടാലൊരു കുറ്റിച്ചെടി പോലെ തോന്നും, പക്ഷേ ഇതൊരു വള്ളിയാണ് കേട്ടോ. മരത്തേൽ ഇങ്ങനെ കയറി പോകുന്നതാണ് ഈ സാധനം. ഉണ്ടോ ഇല? ഇങ്ങനത്തെ ഇലയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആയുർവേദ ഔഷധം കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ പഴമാണ്. സാധാരണ ഇതങ്ങനെ പഴം കിട്ടാറില്ല. ഇതുണ്ട്, ഇതിങ്ങനെ മരത്തേൽ ചുറ്റിക്കെട്ടി ഇങ്ങനെ താഴോട്ട് വരും. അപ്പോഴിങ്ങനെ പഴുത്ത് കിടക്കുന്ന ഈ പഴത്തിനാണ്. ഇത് കുരങ്ങ് കിളികളെ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ കടിച്ച് പറിച്ച് തിന്നും. ഉണ്ട്, ഇതാണ് കൊരണ്ടിപ്പഴം. അതാ ഇതാണ് അടിപൊളി മുതൽ. എന്തൊരു കളറാന്ന് നോക്കിയതിന്. കൊള്ളാം, ഇത്ര മനോഹരമായത്. ഇത് സാധാരണഗതിയിൽ അങ്ങനെ കണ്ടു കിട്ടുന്നതല്ല. ഈ കളറൊക്കെ കണ്ടു കഴിയുമ്പോൾ ഈ കിളികൾ ഈ സാധനം കൊത്തിപ്പറിച്ച് തിന്നും. നല്ല മധുരമുള്ള ഔഷധ ഗുണമുള്ള ഒരു പഴമാണ്. ശരി, അത് നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. അതിൻ്റെ ഉള്ളിലെ പഴം കണ്ടിട്ട് കൊതി വരുന്നു. അയ്യോ, അടിപൊളി. ഇപ്പം ഞങ്ങൾ ആ പഴം കഴിക്കുവാണ്. അടിപൊളി പഴം. ഒരു കുരുവുണ്ടേ, ഇത് നമുക്ക് നടാം. നമ്മുടെ വീട്ടിൽ കൊണ്ട് നട്ട് കഴിഞ്ഞാൽ ഇത് റംബൂട്ടാൻ കഴിക്കുന്നതുകൊണ്ട് കഴിക്കാം. റംബൂട്ടാൻ പോലെ ഇരിക്കുന്നു. ഒറിജിനൽ റംബൂട്ടാൻ, കളറുള്ള റംബൂട്ടാൻ എന്ന് വേണമെങ്കിൽ പറയാം. സ്വർഗീയ പഴം. അപ്പോൾ എല്ലാവർക്കും സന്തോഷം. വീണ്ടും അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും വരാം. നമസ്കാരം.